എടാ എടാ ഡാ എന്താണ്ടി എനിക്ക് പാലേജ് വാങ്ങി തരുവോ? നിങ്ങളുടെ ഫസ്റ്റ് റിലേഷൻഷിപ്പ് ആണോ ഇത്? അല്ല, എനിക്ക് കുറെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഫേസ്ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ ഒരിക്കൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ അക്കൗണ്ടിൽ നിന്ന് ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു. ഞാൻ വിചാരിച്ചു, ഞാൻ ആ കോഴി വിചാരിച്ചു വലിയൊരു കോഴി ഇവളാണാ. കുഞ്ഞാവിക്ക് ഞാൻ വരുമ്പോ കേക്കൊക്കെ വാങ്ങിട്ട് വരാട്ടാ. എനിക്കൊന്നും വേണ്ട. വേറെ കേക്ക് വേണം? വേണ്ടെന്നല്ലേ പറഞ്ഞു. ഏതെങ്കിലും ഒരു കേക്ക് വാങ്ങിട്ട് വരാം. തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. ഇവനെ ജോലിക്ക് വിടുന്നു, ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല. എനിക്ക് പണ്ടേ ജോലിക്ക് പോകാൻ ഇഷ്ടമല്ല. അപ്പോഴൊക്കെ നമുക്ക് പൈസ വേണ്ട. ഇപ്പൊ കിഡ്നി വിൽക്കാന്നാ പറയുന്നത്. കിഡ്നി വിൽക്കാന്നാ പറയുന്നത്. എന്റെ ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. കുക്ക് ചെയ്യാനൊക്കെ അറിയാവോ? ഞാൻ മോര് കറി ഒന്നും ഉണ്ടാക്കി. എന്ത് കറി? മോര് കറി എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഞാൻ നോക്കട്ടെ. മോര് പൊട്ടിച്ച് വെച്ച് തൈര് തൈര് നന്നായിട്ട് മിക്സ് ചെയ്ത് മുളക് പൊടി ഇട്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഒരു പിന്നെ ശീലിപ്പിക്കാത്ത ഇവളുടെ അമ്മയാണ് സത്യം പറഞ്ഞു. ഒരു പെണ്ണിനെ ചൂലെടുക്കാൻ പഠിപ്പിച്ചിട്ടില്ല, ഒരു പ്ലേറ്റ് കഴുകാൻ പഠിപ്പിച്ചിട്ടില്ല, ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഇതൊക്കെ തുണി കഴുകണങ്ങളൊക്കെ വാഷിംഗ് മെഷീൻ വേണമെന്ന്. ഇപ്പൊ ഞാനാ വാഷിംഗ് മെഷീൻ വീട്ടില്. ഞാൻ നിന്ന് കുളത്തിൽ പോയി അലക്കണം. ബ്രേക്കപ്പ് ഒക്കെ ആയിട്ടുണ്ടോ ഇടയ്ക്ക് കാണാം? ഞാൻ ആകെ സേഡായി. വിഷം കഴിക്കാനൊക്കെ നോക്കി. അങ്ങനെ കൂട്ടുകാരന്മാരൊക്കെ മൊത്തത്തിൽ സീനായി. റീസെന്റ് വഴക്കുണ്ടാക്കി എന്ത് കാര്യത്തിനാ? ഇപ്പൊ അടുത്തൊന്നും ആയിട്ടില്ല ഞങ്ങൾ വഴക്ക്. അടുത്തൊന്നും വഴക്കുണ്ടാക്കിയിട്ടില്ല. പിന്നെ അതിന് മുന്നേ ഒരു ലാസ്റ്റ് ആയിട്ട് വഴക്കുണ്ടായത് പറഞ്ഞാൽ തമിഴ്നാട് വെച്ച് ഒരു വഴക്കുണ്ടായി ജസ്റ്റ് ഒന്ന്. അതല്ലാണ്ട് ഏറ്റവും ഹെവി ആയിട്ട് വഴക്കുണ്ടായത് ഇവിടെ നാട്ടിൽ വെച്ചിട്ടാണ്. നാട്ടിൽ വേലയ്ക്ക് നമ്മുടെ പാലക്കാട് വേലയുണ്ട്. അപ്പോൾ അതിനെ പോയിട്ട് വന്നിട്ട് എനിക്കാണെങ്കിൽ തീരെ വയ്യ, വെള്ളം താഴ്ചിട്ട് വയ്യ. അപ്പോൾ ഇവളുടെ ഞാൻ ഒരു കുപ്പി കുറച്ച് വെള്ളം എടുത്തിട്ട് താടി പറഞ്ഞപ്പോൾ ഇവള് വെള്ളം എടുത്തിട്ട് വന്ന് ഒറ്റ ഒരു ഇടലിട്ട് വെള്ളം മൊത്തം എൻ്റെ മുഖത്ത് തെറിച്ചു. ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് വെള്ളം ചോദിച്ചു. അപ്പം ഞാൻ ഫോൺ കുത്തിയിരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു എണീറ്റ് പോയി കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരുമാതിരി ഭർത്താവ് ചമ്മഞ്ഞു വെള്ളം എടുത്തിട്ട് വാഴിയുന്നു. എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുവച്ച് ജസ്റ്റ് ഒന്ന് വെള്ളം പോയൊന്നും ഇല്ല, ഇങ്ങനെ കുറച്ച് പോയി, ഒരു തുള്ളിയൊക്കെ ഇങ്ങനെ തറയിൽ വീണു. അപ്പൊ എണീച്ചിട്ട് ഒരൊറ്റ അടിയൊക്കെ തന്ന്. അടിയൊന്നുമില്ല, ഞാൻ ഓടി വിളു. ഞാൻ അടി പിന്നെയാണ് ഞാൻ കുപ്പി എടുത്തുകൊണ്ട് മുടിയെ പിടിച്ച് വലിച്ച് പിന്നെ ഇങ്ങനൊരു അടി അടിച്ചു. ജസ്റ്റ് വേദനിച്ചില്ല, കൊണ്ടില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്തു, ഒരു വലിയൊരു കല്ല് കൊണ്ടുവന്ന് തലക്കിട്ട് അടിക്കാൻ നോക്കി. പിന്നെ ചേച്ചി പാവല്ലേ പോട്ടെ. ഞാൻ വെള്ളം എടുത്ത് എറിയാൻ നോക്കി. ദേഹോപദ്രവം ഏൽപ്പിക്കാതെ വേണം വഴക്കുണ്ടാക്കാൻ. അയ്യേ, അവള് കല്ലും അവളും ഇങ്ങനെ വരും. വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൈറ്റ് വന്നിട്ട് അവൾക്ക് എത്തണ്ടേ. ഇപ്പൊ കൈ പിടിച്ച് അങ്ങോട്ട് മാറ്റി പൊക്കിക്കൊണ്ട് വന്ന് പിന്നെ ഒരു പാവമായിട്ട് തോന്നിയപ്പോ ഞാൻ വിട്ടു. പിന്നെ ഇനി ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ കാണിച്ചു തരാവേ. നമ്മള് രണ്ടൊരു ചപ്പാത്തി കഴിക്കാനല്ലേ പോയത്, പിന്നെന്തിനാ നീ ബിരിയാണി കഴിച്ചത്? അവിടെ പോയപ്പോ ബിരിയാണി കഴിക്കാൻ 2 വട്ടം കഴിച്ചു, അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതവിടെ അൺലിമിറ്റഡ് ആയിരുന്നു. അപ്പൊ ഞാൻ 2 വട്ടം വാങ്ങി. നോക്കട്ടെ. നിങ്ങള് ഇങ്ങനെ തന്നെയാണോ ശരിക്കും? ആണോ? ഈ ബിരിയാണിയാണോ ഭയങ്കര ഇഷ്ടം? എനിക്ക് ബിരിയാണിയോട് അത്ര ഇഷ്ടമല്ല. പിന്നെ ഞാൻ ചുമ്മാ പറയുന്നത് ഇവനാണ് ഭയങ്കര ഇഷ്ടം. ഞാൻ ബിരിയാണി കഴിക്കുള്ളൂ, 3 നേരം ബിരിയാണി ആയിരിക്കും. ഇപ്പൊ ഇങ്ങോട്ട് ഇവിടെ ബിരിയാണി കഴിച്ചിട്ടാണ് വന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ബിരിയാണിയാണ്. ഞാൻ ബിരിയാണി അധികം കഴിക്കും. 3 നേരം ബിരിയാണി എന്തെങ്കിലും കഴിച്ചോളൂ? ഞാൻ തമിഴ്നാടുള്ള സമയത്ത് കൊണ്ട് ചോദിക്കും, ഞാൻ ബിരിയാണി തന്നെ ആയിരിക്കും. 24 മണി ബിരിയാണി കഴിക്കും. ബിരിയാണിയുടെ ഒരു ഭ്രാന്താണ്. ഇവിടെ ഭ്രാന്ത്. അപ്പൊ സ്ഥിരം നിങ്ങൾ പുറത്തു നിന്നൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോ എന്താണ് കഴിക്കാറുള്ളത്? ഇവള് തമിഴ്നാട് ഉള്ളപ്പോ ഇവളുടെ ഇഷ്ടം ചിക്കൻ നൂഡിൽസ്, ചിക്കൻ നൂഡിൽസ്. പിന്നെ എനിക്ക് അവിടുത്തെ ഫുഡ് വേറൊന്നും ഇഷ്ടമല്ല. എപ്പോഴും ചിക്കൻ നൂഡിൽസ് കഴിക്കും. പിന്നെ KFC ചിക്കൻ അങ്ങനെയൊക്കെ. പിന്നെ അങ്ങനെയായിട്ട് ബർഗർ, അതൊക്കെ എനിക്കിഷ്ടം. ഓക്കെ. നിങ്ങളിങ്ങനെ പിണങ്ങുമ്പോഴൊക്കെ നമ്മൾ നോർമലി കാമുകന്മാരൊക്കെ പറയുമല്ലോ, ഞാൻ പോവാണ്, നിന്നെ ബ്രേക്കപ്പ് ആക്കാൻ പോവാണ്, അങ്ങനെയൊക്കെ ഇങ്ങനെ പറയാറൊക്കെ ഉണ്ടോ? അതെല്ലാവരുടെയും വരുന്ന ഒരു വാക്കല്ലേ. എല്ലാവരും അത് ചൊകരയിൽ എല്ലാവരും ചൊകരയിൽ ഉള്ളതാണ്. ഓക്കെ. അങ്ങനെ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ടുണ്ടോ ഇടയ്ക്ക് കാണാം? ബ്രേക്കപ്പ് പറഞ്ഞാൽ ഒരു 6 മാസം മുന്നേ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു വീട്ടുകാർ. അത് പണ്ട്. അത് വീട്ടുകാരല്ല, ഇവിടെ തന്നെ എനിക്കൊരു പണി തന്നതാ. ഇവിടെ നൈസ് വിളിച്ചുകൊണ്ട് ഹിന്ദിയിലേക്ക് സംസാരിക്കണം. ഇവളെല്ലാം സംഭവം അറിയില്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ ഫോൺ നോക്കി
അങ്ങനെ സംസാരിച്ചതാ. എന്താന്ന് അഞ്ചു പറഞ്ഞു? അന്ന് ഞാൻ വയനാടായിരുന്നു. വയനാട് ഒരു കൂട്ടുകാരൻ്റെ അവിടെ റിസോർട്ട് ഉണ്ട്. അപ്പോൾ അവിടെ പോയി അല്ല വേറെന്തോ ഭാഷ ഞാൻ അങ്ങനെ നിൽക്കുകയായിരുന്നു. ഹിന്ദിയുമായിട്ടും പറയാൻ പറ്റത്തില്ല. എന്താ പറഞ്ഞൊന്നും പറഞ്ഞേ നമ്മള് ഞാൻ ഒന്ന് എനിക്ക് കേൾക്കട്ടെ. കറക്റ്റായിട്ട് കുറേ വർഷമല്ലേ എനിക്ക് കറക്റ്റായിട്ട് അല്ല ഞാൻ അഞ്ജുവിനോട് ചോദിച്ചേ. അഞ്ജു പറ അഞ്ജു. അതെനിക്ക് ഓർമ്മയില്ല. അല്ല എന്നാലും എന്താ പറഞ്ഞത്? എന്താന്ന് പറഞ്ഞ ചീത്തയാ പറഞ്ഞ, അത് ഇവന് മനസ്സിലായില്ല. എന്താന്ന് ചോദിക്കുന്നു. ഞാനിങ്ങനെ എന്റെ കസിനൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അവനും കൊറേ പറഞ്ഞ് ഞാനും പറഞ്ഞു. ഞാനിങ്ങനെ ഫോണിൽ നോക്കിട്ട് പറയുക പെട്ടെന്ന് ആ ട്രാൻസ്ലേഷൻ എടുത്തിട്ട് അതിലിങ്ങനെ അവർ നോക്കിയിട്ട് ഇവള് പറയണേ നമുക്കിതൊന്നും അറിയില്ലല്ലോ. ഞാനാകെ സാഡായി. കുറേ വിഷം കഴിക്കാനൊക്കെ നോക്കി. അങ്ങനെ കൂട്ടുകാരന്മാരൊക്കെ മൊത്തത്തിൽ സീനായി. ഞാൻ ഇവള് സുഖത്തില് പോയി. ഞാൻ വിചാരിച്ചു ഇവള് അങ്ങനെയാണ് ഇങ്ങനെയാണ് നല്ല കട്ടൊക്കെയായിരുന്നു ഞാൻ. കാരണം എൻ്റെ മുത്തശ്ശി പോയതിന് ശേഷം പിന്നെ ഇവളാണ് എനിക്ക് ഏറ്റവും എല്ലാം സെറ്റായിട്ട് ഞാൻ നിൽക്കണ്. പെട്ടെന്ന് ഒരു ദിവസം ഇവള് വിളിച്ച്, എടാ അനിയന് സുഖമില്ല, ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഇവിടെ റൂം എടുത്തിട്ട് ഇവിടെ നിൽക്കുകയാണ് പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു ആ കുഴപ്പമില്ല, ഞാൻ വന്നേക്കാട്ടെ, നാളെ മറ്റന്നാൾ എത്തിക്കാളോ പറഞ്ഞു. പിന്നെ ഇവിടെ വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ എന്നെ തല്ലണോ, എൻ്റെ മാമന്മാർ വന്ന് കൊല്ലണോ, അങ്ങനത്തെ അഭിനയമൊക്കെ. ഞാനിത് അന്നേരം പെട്ടെന്ന് പടാന്ന് ഇങ്ങനത്തെ ഒരു 3-4 ടോക്കിങ്, നമുക്ക് സംസാരിക്കാനുള്ള സമയമില്ല. പടാന്ന് ടോക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ആയി ഫോൺ. ഞാൻ ഇത് എന്ത് പറ്റി ഞാനും എൻ്റെ കമ്പനിക്കാരനും ഇവിടെ വന്നിട്ട് ഫുള്ളും നല്ല അവിടെ നടക്കുക തന്നെ. ഹോസ്പിറ്റലാണല്ലോ ഇവിടെ പറഞ്ഞത്. നമുക്ക് ലാസ്റ്റ് ഈ ഐഡൻറ്റിറ്റി ഹോസ്പിറ്റലാണ്, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അന്ന് തന്നെ നേരെ പോയി ബസ്സൊക്കെ പിടിച്ച് ഇവിടെ എത്തി എല്ലാം അവിടെയും കറങ്ങി നോക്കി ഒരു പിടുത്തവുമില്ല. പിന്നെ ഞാൻ പഴയ പോലെ കൊട്ടാനൊക്കെ പോയി. പിന്നെ അങ്ങനെ കുറച്ച് ഇങ്ങനെ അവൻ്റെ ഒപ്പം പോകുമ്പോൾ ഓർമ്മ വന്നുകൊണ്ടേയിരിക്കും. എപ്പോഴും 24 മണിക്കൂർ കൊണ്ട് ഓർമ്മയായിരിക്കും. ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അച്ഛനൊക്കെ അറിയാം. അപ്പോൾ അവനൊക്കെ നീ മിണ്ടാണ്ടിരിക്കണം, അവൾ പോയത് ഇവളുടെ പേരെടുക്കാൻ എനിക്കറിയില്ല. സ്വന്തം പേരെടുക്കം ഞാൻ അകത്ത് പോയപ്പോഴേ അറിഞ്ഞു അഞ്ജു ആണെന്ന്. അത് അറിയാത്ത മുന്നേ ഞാനിത് അടിച്ചത് അമയാ പറഞ്ഞിട്ട്. അങ്ങനെ അത് ഞാൻ പറഞ്ഞില്ല, ചുമ്മാ അറിയണ്ടെന്ന് വിചാരിച്ചു. ഒന്നും അറിയണ്ട അങ്ങനെ വിചാരിച്ചു. അങ്ങനെ ബ്രേക്ക്, അതായത് അഞ്ജുനെ പറ്റി ഒന്നും അറിയണ്ടെന്ന് വിചാരിച്ചോ? അങ്ങനെയല്ല, പേരറിയണ്ടെന്ന് വിചാരിച്ചു. ഇപ്പൊ അറിയണ്ട അങ്ങനെ വിചാരിച്ചു. അങ്ങനെ അങ്ങനെ ബ്രേക്കപ്പ് ആയിട്ട് നോക്കുമ്പോ വേറെ പെണ്ണിനെ സെറ്റാക്കി. അതാ ചെയ്തത്. വേറെ പെണ്ണിനെ കഴിച്ചില്ല, കഴിക്കാൻ പോയി. അപ്പോഴേക്കും ചേട്ടന്മാരൊക്കെ എല്ലാവരും വന്ന് എനിക്ക് പ്രാന്താണോന്നൊക്കെ ചോദിച്ചു. അങ്ങനെ സീനൊക്കെ. അപ്പോൾ ഞാൻ നെയ്സിൽ ഇവളുടെ മൈൻഡ് ഇങ്ങനെ മാറണില്ല, ഇവളുടെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഞാൻ. അപ്പോൾ നെയ്സിൽ ഒരുത്തി ഇങ്ങനെ മെസ്സേജ് അയച്ചു, ഒരു പെണ്ണിങ്ങനെ മെസ്സേജ് അയച്ച് നല്ല ചാറ്റിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ചാറ്റ് ചെയ്യില്ല, ഞാൻ വോയിസ് മാത്രമേ ആയിക്കോളൂ. എനിക്ക് ചാറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് പറ്റൂല, പടപടപടാന്ന് അടിക്കാനൊന്നും എനിക്ക് കിട്ടില്ല. അപ്പോൾ ഞാൻ കൂട്ടുകാരൻ്റെ കയ്യിൽ കൊടുക്കുക. അവന്മാരാണ് പടപടാൻ ചാറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, 24 മണിക്കൂർ അവന്മാർ ചാറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഞാൻ അങ്ങനെയൊന്നുമില്ല, ഞാൻ ആർക്കും കൊടുക്കും ഫോണൊക്കെ. എന്തായാലും ഇപ്പോൾ കൊടുക്കാനില്ല. അപ്പം അങ്ങനെ അവന്മാരാണ് മെസ്സേജും കാര്യങ്ങളും അയച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അയച്ച് അവള് നല്ല, ഞാനാണ് വിചാരിച്ച് നല്ല കട്ടയ്ക്കായി വിളിച്ച്. ഞാൻ സംസാരിച്ചില്ല എന്നൊന്നും പറയുന്നില്ല, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഞാൻ എല്ലാം അങ്ങോട്ട് എല്ലാം ചായ, അത് എൻ്റെ മനസ്സാണെങ്കിൽ ഇങ്ങനെ പോകുമല്ലോ. അപ്പം ഇങ്ങനെ പോയി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരുന്ന സമയത്ത് ഇവള്, അപ്പോൾ ഞാൻ ഇവളിനെ കുറിച്ച് ആലോചിച്ച് വണ്ടീൻ്റെ ബാക്കിൽ ഇങ്ങനെ ട്രാവലറിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇവള് പോയി എന്നാലും ഇല്ല. പിന്നെ കിണ്ടി ഇവള് വിളിച്ചപ്പോൾ തന്നെ നേരിട്ട് കണ്ടോ? നേരിട്ടൊന്നും കണ്ടില്ല. ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച് അങ്ങനെ പരിചയപ്പെട്ടത്. അപ്പോൾ എന്നെയാണ് ഇവള് വിളിക്കുന്നത്. ഇവളുടെ നമ്പർ കണ്ട് എനിക്കറിയാം, ഇവളുടെ അമ്മേൻ്റെ നമ്പർ എല്ലാവരുടെ നമ്പർ എനിക്കറിയാം, കാണാണ്ടറിയാം. പെട്ടെന്ന് വിധിയിൽ നിന്ന് നമ്പർ വന്നപ്പോൾ ഞാൻ കൈ ഇങ്ങനെ വിറച്ചിട്ട് ഫുള്ള് ബോക്സ് പാട്ട് വെച്ചിരിക്കുക വണ്ടിയിൽ. ഞാൻ പെട്ടെന്ന് ബോക്സൊക്കെ ഓഫ് ചെയ്യണം, എല്ലാവരും ഓഫ് ചെയ്ത് വണ്ടി തന്നെ നിർത്തി. NH-ൽ പരിപാടിക്ക് പോകണ വണ്ടി ഒരു സൈഡ് നിർത്തി, ഇവിടെ കൊണ്ട് നിർത്തി സംസാരിച്ചെടി അവൻ എവിടെയാണ്, എന്താണ് സംഭവം, അങ്ങനെ ഇങ്ങനെ കൊണ്ട് കുറേ കാര്യം ഞാൻ പിടിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവള് പറഞ്ഞു അതെന്നെ എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ മാറ്റി നിർത്തിയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാനും വിചാരിച്ചു ശരി ആയിക്കോട്ടെ. ഞാൻ അപ്പോഴൊന്നും കണ്ടിട്ടില്ല കേട്ടോ, കാണാനൊക്കെ അന്ന് തൊട്ട് നേരിട്ട് ഞാൻ വന്നിട്ടില്ല. അല്ല ഇതിനിടയ്ക്ക് ആ മറ്റേ പുള്ളിക്കാരി എന്തായി? അമ്മയാ? അല്ല ഗേൾ ഫ്രണ്ട് ഞാൻ സിൻസിയർ ഒന്നുമല്ല. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ നിൽക്കുകയായിരുന്നു ഞാൻ. ഇവളിനെയാണ് അപ്പോഴും മെയിനായിട്ട് നോക്കി നിൽക്കുന്നത്, വരുമോ ഇവളുടെ ഫേസ്ബുക്കിൽ ഇപ്പോഴും ഇവളുടെ അമ്മേൻ്റെ അക്കൗണ്ടിൽ എത്ര മെസ്സേജ് ഞാൻ അയച്ചു. പക്ഷേ ഇതൊക്കെ കാണുന്നുണ്ട് ആള്, ഒരു റിപ്ലൈ ഇല്ല. ഇത് ആരെ കാണുന്ന ഒരു പിടുത്തവും ഇല്ലാണ്ട് അങ്ങനെ മെൻ്റലായി നിൽക്കുക. ഞാനാണെങ്കിൽ ഭ്രാന്തായി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവളുടെ എൻട്രി ഇങ്ങനെ കറക്റ്റ് തിരിച്ച് വിളിച്ച് സംസാരിച്ച് പിന്നെ തൊട്ട് പോയിട്ടൊന്നുമില്ല. പിന്നെ അഞ്ചു ആ സമയത്തൊക്കെ ഇങ്ങനെ വിഷ്ണുവിനെ ഇങ്ങനെ മാറ്റി നിർത്തി. ആ സമയത്ത് എനിക്ക് എന്താന്ന് അറിഞ്ഞൂടാ, പെട്ടെന്ന് എന്തോ ഒരു മൈൻഡിൽ വന്ന് അമ്മ കുറേ പ്രഷർ ചെയ്ത് ദേഷ്യപ്പെടുന്നു. അപ്പം അമ്മ എൻ്റെ അടുത്തും
ഒരിഷ്ടമായിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്താം, അങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഇതാക്കിയതാ. അപ്പം പിന്നെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇവനെ കളഞ്ഞപ്പോൾ അമ്മ എനിക്ക് എന്ത് ചോദിച്ചാലും വാങ്ങിത്തരൂ, അങ്ങനെയുള്ളൊരു മൈൻഡായിരുന്നു. പിന്നെ ഇവൻ വന്നപ്പോൾ പിന്നെയും പഴയതുപോലെ ആയി അമ്മ. അപ്പം ആ ഒരു ഇതായിരുന്നു. ഇവൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. എല്ലാം എന്ത് ചോദിച്ച ഡ്രസ്സായാലും എല്ലാം വാങ്ങിത്തന്നു. ഞാൻ ഡ്രസ്സൊക്കെ മേടിച്ചു. അങ്ങനെ ഉള്ള സമയം മുതലാക്കി അങ്ങനെ ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങി. അപ്പോൾ ഈ വിഷ്ണു പണിക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേന് ഞാൻ അഞ്ജുവിനെ വിളിക്കുമ്പോൾ അഞ്ജു പറയും വിഷ്ണു പണിക്ക് പോയിക്കോ, രാത്രി 7 മണിക്കൊക്കെ വരത്തുള്ളത്. അപ്പൊ വിഷ്ണു പോയി കഴിയുമ്പം എന്താ പകലൊക്കെ എന്ത് ചെയ്യും? പകല് എന്താ കുറച്ചു നേരം ഫോൺ നോക്കും, പിന്നെ കുറച്ചു നേരം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സഹായിക്കും, പാത്രം കഴുകും, അങ്ങനെയൊക്കെ പോയി അങ്ങനെ ടൈം കളയും. അപ്പൊ ആരുണ്ട്? അച്ഛനുണ്ടല്ലേ? ചേച്ചിയും ഉണ്ട്. ചേച്ചിയുണ്ട്. അപ്പൊ എന്തെങ്കിലും പാത്രം കഴുകും, പിന്നെ വന്നിട്ട് ഫുഡ് കഴിക്കും, പിന്നെ ഫോൺ നോക്കും, പിന്നെ കിടന്ന് ഉറങ്ങും, അങ്ങനെയൊക്കെ. പിന്നെ ഒരു 6 മണിയൊക്കെ ആവും. അപ്പൊ അങ്ങനെ ഫോൺ നോക്കി ഇരിക്കുമ്പോ ആളെത്തും. ഒരു 7 മണിയൊക്കെ ആവുമ്പോ 7-8 മണിയാവും. ഇതിനിടയ്ക്ക് വിഷ്ണുവിനെ വിളിക്കാമെന്ന് തോന്നാറില്ല. ഞാൻ ഇവള് പണിക്ക് പോകാൻ സമ്മതിക്കില്ല. രാവിലെ മനുഷ്യനെ കരയും, പോണ്ട പോണ്ട ഇപ്പൊ പോണ്ട. ഇത് ഏതെങ്കിലും ഒരു ദിവസം പറഞ്ഞാൽ കുഴപ്പമില്ല. ഇത് 24 മണിക്കൂർ എല്ലാ ദിവസവും ഇതാ പറയുന്നത്, നീ പണിക്ക് പോണ്ട, നീ പണിക്ക് പോണ്ടാട്ടാ, പണിക്ക് പോണ്ട. ഞാൻ പറയും വൈകിട്ട് കേക്ക് വാങ്ങിയിട്ട് വരാട്ടാ, വാവയ്ക്ക് കുഞ്ഞിന് വൈകിട്ട് കേക്ക് വാങ്ങിയിട്ട് വരാട്ടാ. അങ്ങനെയൊക്കെ സോപ്പിട്ട് കരയും. സോപ്പിടാൻ എടുക്കാനാണോ? അതെ. ആണോ? എന്തൊക്കെ കാര്യങ്ങളൊക്കെ സോപ്പിടുന്നേ? എന്തെങ്കിലും വാങ്ങിത്തരാന്ന് പറഞ്ഞ സോപ്പിടും, അങ്ങനെയൊക്കെ സോപ്പിടാറുണ്ട്. ഈ രാവിലെ സോപ്പിടുവെന്ന് പറഞ്ഞില്ലേ, ഫുഡൊക്കെ വാങ്ങിച്ചു പറഞ്ഞു, അതൊന്ന് കാണിച്ചു തരും എനിക്ക്. എങ്ങനെയാണ് രാവിലെ ഇവിടെ ഉറങ്ങിയാണ് ചോദിക്കും പണിക്ക് പോകണ്ട അങ്ങനെ പറയും. അപ്പം ഞാൻ പറയും കുഞ്ഞാവയ്ക്ക് ഞാൻ വരുമ്പോൾ കേക്കൊക്കെ വാങ്ങിയിട്ട് വരാട്ടാ, ഏത് കേക്ക് വേണോ? അപ്പൊ അഞ്ചു അപ്പൊ പറയാറുണ്ട് എനിക്ക് ആ കേക്ക് വേണം, ഈ കേക്ക് വേണം. അപ്പോഴൊന്നും പറയില്ല, എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട. കാണിക്കോ? എന്നാ കാണണമല്ലോ, കാണിച്ചെന്നേ. അപ്പം ഇപ്പൊ ഇവര് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞുള്ളൊരു സീൻ റിക്രിയേറ്റ് ചെയ്യാൻ പോവാ. അതായത് വിഷ്ണു എങ്ങനെയാണ് സോപ്പിടുന്നത്, അഞ്ചു എങ്ങനെയാണ് അതിനെയൊക്കെ പ്രതിരോധിക്കുന്നതിന് കാണിക്കാൻ പോവാ. ആവശ്യം സമയമായി, പണിക്ക് പോട്ടേ. ഇന്ന് പണിക്ക് പോയില്ലെങ്കിൽ എങ്ങനെ നമുക്ക് പൈസ ഇല്ല. ഡാഡി ഞാൻ വരുമ്പോ കേക്ക് വാങ്ങിട്ട് റെഡി വൈകിട്ട്. എനിക്കൊന്നും വേണ്ട. ഏത് കേക്ക് വേണം? ഏതെങ്കിലും ഒരു കേക്ക് വാങ്ങിട്ട് വരണം. അതൊന്നും പറയില്ല. ഇവള് വേണ്ടെന്ന് പറയും. ഇവള് വിളിച്ചാ പറയാ ഫോൺ എടുക്കും, ഞാൻ ഫോൺ കാണിച്ചു തരാം. ഫോണില് നേരെ മെസ്സേജ് അയച്ചു കിടും, നേരെ കേക്കിന്റെ ചിഹ്നം അയക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും കേക്കാണെന്ന്. ഇപ്പൊ എന്ത് കേക്കാ വേണ്ട? ബട്ടർ സ്കോച്ച്. കുക്ക് ചെയ്യാനൊക്കെ അറിയാവോ? ഇല്ല. ഇപ്പൊ എത്ര നാളെ? 1 വർഷമൊക്കെ ആയില്ലേ കല്യാണം കഴിഞ്ഞിട്ട്? 1 വർഷം 3 മാസമായി. അപ്പം വന്നു കഴിഞ്ഞും പഠിച്ചൊന്നും ഇല്ല? വിഷ്ണുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നൊന്നും ഇല്ല? ഉണ്ടാക്കി കൊടുത്താ കഴിക്കില്ല, എനിക്ക് വേണ്ട, ഞാൻ കടയിൽ പോയി കഴിക്കാം, അങ്ങനെ പറയും. വെറുതെ ഹോസ്പിറ്റലിൽ പോകാൻ വയ്യ, അവൾക്ക് ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ മോരുകറി ഒന്നും ഉണ്ടാക്കിയോ? മോര് കറി ഒന്നും ഉണ്ടാക്കില്ല. മോര് കറിയാണ് അത്, വെള്ളം മാത്രം, എണ്ണ മോളിൽ നിൽക്കുക, മോര് ഏതോ സ്ഥലത്ത് നിൽക്കുക, വെള്ളം ഒരു സൈഡ് നിൽക്കുക. അന്നൊന്ന് പറഞ്ഞേ, അഞ്ചുതേ അറിയത്തില്ലെന്നൊക്കെ പറയുന്നു. മോര് കറി എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. മോര് പൊട്ടിച്ച് വെച്ച് മുളക് പൊടി ഇട്ട്, തൈര് നന്നായിട്ട് മിക്സ് ചെയ്ത് മുളക് പൊടി ഇട്ട്, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി, എന്നിട്ട് മറ്റേ താളിച്ചിട്ട് അതിനകത്ത് എടുത്ത് വെച്ചു. മോര് കറി. അപ്പൊ ഞാൻ ഇത് തിന്നിട്ട് എനിക്ക് തോന്നുന്നു പാലക്കാടൊക്കെ എനിക്കറിയാം, അങ്ങനെയല്ലോ. അത് ഞാൻ മറ്റേ മോര് കറിയല്ലേ, ഇത് സിമ്പിൾ ആയിട്ടുള്ള മോര് കറി അല്ലേ? അപ്പൊ ഈ വീട്ടിലിങ്ങനെ പോകത്തില്ലേ ഇടയ്ക്കിടയ്ക്ക്? അപ്പൊ അമ്മ ഇപ്പൊ വിഷ്ണുവിനെ ഇഷ്ടമല്ലെങ്കിലും എന്തായാലും അഞ്ചു അവിടെ ആയി, ഇനിയിപ്പൊ എന്തായാലും ഇങ്ങോട്ട് വരാനൊന്നും പറ്റില്ല. അപ്പൊ അമ്മ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാറില്ലേ? ഞാൻ പണ്ടേ അമ്മയെ എങ്ങനെയാണ് പിന്നെ ശീലിപ്പിക്കാത്ത ഇവളുടെ അമ്മയാണ് സത്യം പറഞ്ഞു. ഒരു പെണ്ണിനെ ചൂലെടുക്കാൻ പഠിപ്പിച്ചിട്ടില്ല, ഒരു പ്ലേറ്റ് കഴുകാൻ പഠിപ്പിച്ചിട്ടില്ല, ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഇതൊക്കെ തുണി കഴുകണങ്ങളൊക്കെ വാഷിംഗ് മെഷീൻ വേണമെന്ന്. ഇപ്പൊ ഞാനാ വാഷിംഗ് മെഷീൻ വീട്ടില്, ഇവളുടെ തുണി ഞാൻ നിന്ന് കുളത്തിൽ പോയി അലക്കണം. എനിക്ക് ഞാൻ ഇങ്ങനെ ആലോചിക്കും, നല്ല അമ്മ. ഞാനാണ് വാഷിംഗ് മെഷീൻ. സത്യം ആ വീഡിയോ ഉണ്ട് ഫോണില്, ഞാൻ കുളത്തിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. വീട്ടില് ഞാൻ അലക്കണം. ഞാനാണ് തീർച്ചയായിട്ടും. അലക്കല് പിടിക്കല് അലക്കും. വെള്ളം കോരിയൊന്നും വെക്കൂല, വെള്ളം പിന്നെ ചേച്ചിമാര് അവര് തന്നെ കുളത്തിലൊക്കെ കിണർ അങ്ങനെ കോരും. അലക്കണേ ഞാന്,
റൂമിൽ ഞാൻ അടക്കം തൂക്കും, ഇവളും തൂക്കും. വിരിക്കണേ ഞാൻ, ഇവൾക്ക് വെള്ളം വേണമെങ്കിൽ അടക്കം ഞാൻ പോയി എടുത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇവളെടുക്കും. ഇവൾക്ക് മടിയുള്ള സംഭവമൊക്കെ ഞാൻ എങ്ങനെയും കഷ്ടകാലത്തിന് പുറത്തിറങ്ങാൻ പാടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാലം എൻ്റെ മുറ്റത്ത് ഇങ്ങനെ മുട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും പറയും. ഒരു ദിവസം ചേച്ചി പോയപ്പോൾ ഇവള് പറയാം, എടാ പെട്ടെന്ന് അടിച്ചു പോര്, എന്തിനാണ്ടി, അപ്പോൾ എനിക്കൊരു നല്ല പേര് കിട്ടില്ലെന്ന്, ഞാൻ അടിച്ചു പോരുന്നില്ലെന്ന്. ഇവൾക്ക് നല്ല പേര് വാങ്ങാൻ ഞാൻ ജോലി ചെയ്യണം. അത് ഞാൻ തൂക്കാറുണ്ട്, ചേച്ചി ഉള്ളപ്പൊക്കെ തൂക്കും. പിന്നെ ചേച്ചി പുറത്തു പോകുമ്പോ എനിക്ക് റെസ്റ്റ് വേണമല്ലോ, അപ്പം എന്റെ അടുത്ത് പറയും. അപ്പം അഞ്ജുവിന്റെ തുണി വിഷ്ണുവാണോ കഴുകുന്നേ? കരാന്ന് പറയും, പക്ഷെ വേണ്ടാന്ന് പറയും, പോത്തില്ല. ഇവര് കഴുകി ഒരു ശീലമില്ലല്ലോ. ശീലമില്ല. എനിക്കാണെങ്കിൽ കഴുകി കഴിഞ്ഞാൽ ചളി ഉണ്ടാകുമ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ചളി വിടും വയ്യേ. ഡ്രസ്സ് മൊത്തം ഇവള് കഴുകണ എങ്ങനെ അറിയോ, വളത്തിലെടുക്കും, വെറുതെ മുക്കും, പിന്നെ അവിടെ മുക്കും, ഉണക്കാനിടും. അതുകൊണ്ട് ഇതെന്ത് കഴുകലാണ്. പിന്നെ സോപ്പ് ഇട്ട് എനിക്കാണെങ്കിൽ നന്നായി നീറ്റ് വേണം. അടുത്ത ഒരു വീഡിയോ കാണിക്കാമേ. ജവാൻ കണ്ടെത്തിയത് ഞങ്ങളാണ്, കഞ്ചാവ് കണ്ടെത്തിയത് ഞങ്ങളാണ്. ഇപ്പൊ ഇതിനകത്ത് എങ്ങനെ സാധാരണ ഒരുപാട് വേർഷൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇതിലേക്ക് കഞ്ചാവ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ അത് എല്ലാവരും ഞാൻ നോക്കുമ്പോ എല്ലാ ടോക്കിങ് എടുത്തായി എല്ലാത്തിന്റെ. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോ ഈ ഡൂ പറഞ്ഞിട്ട് ഒരു ബൊമ്മന്റെ ഇത് വരും ഇൻസ്റ്റയിൽ, ഇവന്റെ ആയിട്ട് ഒരു പേജ് ഉണ്ട്. അപ്പൊ അതിൽ പറയും ബർഗർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് മാറ്റി, ഞാൻ എല്ലാം മാറ്റി. ഞാൻ പറഞ്ഞു അവിടെ കിടക്കുന്ന ഹാൻഡ്സ് പാക്കറ്റ് എടുത്ത് ഞാൻ ഹാൻഡ്സ് കണ്ടുപിടിച്ച് ഞാനാണെന്ന് പറയാം. അപ്പോൾ ഇവളുടെ അടുത്ത് ഞാൻ ജപം കണ്ടുപിടിച്ച് നീയാണ് പറയാം. അടുത്ത് ഞാൻ അതിന് തലം നൽകിയത് ഞാനാണ്, അതിന് നീ കഞ്ചാവ് കൊണ്ടിരുന്നു ഞാനകത്താണ് പറയാം. അപ്പം അങ്ങനെ പറഞ്ഞ് രണ്ടുപേർക്ക് ഓരോ ടോക്കിംഗ് ആയി. അങ്ങനെ ഞങ്ങൾ പക്ഷെ ഇതെല്ലാം കണ്ടിട്ടും അതായത് ഇടയ്ക്കൊരു ട്രോൾ വീഡിയോ ഞാൻ കണ്ടു, പക്ഷെ എനിക്കത് പിന്നെ നോക്കിയിട്ട് കണ്ടില്ല. ഇപ്പം ഇതിനിടയ്ക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ തപ്പിയിട്ടൊന്നും കണ്ടില്ല. അതായത് നിങ്ങൾ ഈ കുറേ പേരിങ്ങനെ കമന്റ് ഒക്കെ ആയിട്ട് വരുമല്ലോ, മറ്റേ കഞ്ചാവാണ്, ഹാൻഡ്സ് ഒക്കെ വെച്ചിട്ട് കൂളിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് വിഷ്ണു വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ജസ്റ്റ് കോണ്ടന്റിന് വേണ്ടിയൊക്കെയാണ് ഇത് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ അതൊന്നും യൂസ് ചെയ്യാറില്ലെന്നൊക്കെ. പക്ഷെ അതിനകത്ത് വീണ്ടും ട്രോള് വന്ന ഈ വീഡിയോ കാണിച്ചിട്ടാണ് അത് ട്രോള് വരുന്നത്. അപ്പൊ ഇങ്ങനൊക്കെ ഈ നമ്മൾ കോണ്ടന്റിന് വേണ്ടി ഒരു സാധനങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കഞ്ചാവാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അവർക്ക് കൊടുക്കുന്ന ഒരു റിയാക്ഷൻ ഒക്കെ എന്താണ്? ഞാൻ എത്ര ദിവസം ഇവർക്ക് റിയാക്ഷൻ ഇല്ലാണ്ടിരുന്നതാണ്. കാരണം ഞാനും അതിനെ തിരിച്ച് റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവരിനെ പോലെ കാണിച്ചു കഴിഞ്ഞാൽ അവരും ഞാനും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലാണ്ടായിരുന്നു. അപ്പം ഞാൻ അതിലൊന്നും മെയിൻ ചെയ്യാണ്ടിരുന്നതാണ്. പിന്നെ ഒരുത്തനിട്ട് ഗേൾ ബോയ് ഒരു സ്കോർ സെറ്റാക്കി തരാമോ പറഞ്ഞിട്ട് ഒരുത്തൻ മെസ്സേജ് അയച്ചു. അപ്പം അതിലെനിക്ക് ഇളകി. അപ്പം ഞാൻ അവനിക്കുള്ള മറുപടി നോർമൽ അവനിക്ക് നല്ലോണം കൊടുത്ത് അതല്ലാണ്ട് ഒരു വീഡിയോ ആയിട്ട് കിട്ടും. ജസ്റ്റ് ഒന്നും ഞാനും വരാൻ നിൽക്കണ്ട, വന്നു കഴിഞ്ഞാൽ നമുക്കും അറിയാം, അനാവശ്യം കാര്യങ്ങൾ അറിയാം. കുറേ പേര് അയക്കുന്നുണ്ട്, നമ്മൾ അതിന് മെയിൻ ചെയ്യാറ്. ഞാൻ മെയിൻ്റെ കമൻറ്റ് നോക്കാറേ ഇല്ല, നോക്കിയിട്ട് കാര്യമില്ല. അയക്കുന്നവർ പലതും അയച്ചോട്ടെ കൊണ്ട് ഞാൻ വിടും. കമൻറ്റ് ഓഫാക്കൂല, ഒന്നുമില്ല. കമൻറ്റ് അങ്ങനെ ഉണ്ടാവും, നിങ്ങൾ എന്തോ അയച്ചോ, നിങ്ങൾ അയക്കും തോറും എൻ്റെ വിജയം കൂടിക്കൊണ്ടിരിക്കുക, നിങ്ങൾ അയച്ചോളിയും പറയും. ശരിക്കും അഞ്ജു ലൈഫിലേക്ക് വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി വിഷ്ണു? ലൈഫിൽ മാറ്റങ്ങൾ വന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പാർട്ട്ണറുണ്ട് കൂടെ. എന്ത് വന്നാലും നമുക്ക് സപ്പോർട്ടായിട്ട് ഒരാളുണ്ട്. വയ്യാണ്ട കിടന്നാലും അവളുണ്ട്, എന്തെങ്കിലും നോക്കാനാണെങ്കിലും. വിഷ്ണു വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി? മാറ്റങ്ങളൊന്നും ഇല്ല, എപ്പോഴും ഇങ്ങനെ എന്ത് പറഞ്ഞാലും മേടിച്ചു വരും. അതിലൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ ഒന്നും പറയില്ല, എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ മേടിച്ച് തരില്ലെന്ന് പറയും, പിന്നെ മേടിച്ചുകൊണ്ട് വരും. അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഏതുവരെയൊക്കെ പഠിച്ചു നിങ്ങള്? ഞാൻ 8 വരെ പോയുള്ളൂ. ഞാൻ +2 ആയിട്ടില്ല, +1. ഇപ്പം ഇത് കഴിഞ്ഞിട്ടും പഠിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ആഗ്രഹമൊക്കെ ഉണ്ടോ? എനിക്ക് പണ്ട് തൊട്ടേ ഇല്ല, തീരെ ഇല്ലാത്ത സാധനമാണ് പഠിപ്പ്. എനിക്കതിന് താല്പര്യം. അഞ്ജുനോ? എനിക്കില്ല, ഞാൻ പ്രത്യേകിച്ച് ഇവനെ കൊണ്ട് തന്നെ ഇവനെ ജോലിക്ക് വിടുന്നത്. ഞാൻ ജോലിക്കൊന്നും പോകത്തില്ല, അതുകൊണ്ട് പിന്നെ പഠിപ്പിന്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് പുറത്ത് പോകാൻ ചമ്മലും, അതുകൊണ്ട് എനിക്ക് പണ്ടേ ജോലിക്ക് പോകാൻ ഇഷ്ടമല്ല. അമ്മ എൻ്റെ അടുത്ത് അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, അമ്മയ്ക്ക് അത്യാവശ്യം ഇതൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചു ജോലിക്ക് പോകണ്ട. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തോന്നും ജോലിക്ക് പോയാലോ, വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്ന്. പിന്നെ നോക്കും, പിന്നെ ഒരു ചെറിയൊരു ടെൻഷൻ ജോലിക്ക് പോകാൻ. അപ്പോൾ ഇനി മുമ്പോട്ടൊക്കെ പോകുമ്പോഴത്തേന് കുറച്ചുകൂടെ ഒക്കെ ആകുമ്പോഴത്തേന് എന്തായാലും നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലോ, ഒരു അപ്പഴും പുകില്ലെന്നാ പറയണേ, നിന്നെ വിട്ട് ഞാൻ ജീവിക്കുന്ന ആലോചിക്കുന്നുണ്ടല്ലോ അല്ലേ? അല്ലെങ്കിൽ ഇപ്പഴല്ല, പിന്നാണെങ്കിലും അപ്പോഴേക്കും നമുക്ക് പൈസ വേണ്ട. ഇപ്പൊ കിഡ്നി വിൽക്കാന്നാ പറയുന്നത്, കിഡ്നി വിൽക്കാന്നാ പറയുന്നത്. കിഡ്നി വിൽക്കാന്നോ? എന്റെ കിഡ്നി വിൽക്കാന്ന്. എന്റെ വിഷ്ണുവിന്റെ കിഡ്നി വിൽക്കാന്നോ? കഴിഞ്ഞ ദിവസം ഏതോ ട്രോള് കണ്ടു, 2 കിഡ്നി വന്നേക്കുന്നത് ആദ്യത്തെ സ്റ്റാർട്ടപ്പിന് വേണ്ടിയുള്ള പൈസക്ക് വേണ്ടിയിട്ടാണെന്ന്. അതേപോലാണോ?
ഇടയ്ക്ക് പറയും, ഇവൻ പറയും ജോലിക്ക് പോവാം, പൈസ ഇല്ല, എങ്ങനെ ജീവിക്കും എന്നൊക്കെ. അപ്പം ഞാൻ പറയും നിന്റെ കിഡ്നി വിൽക്കാം, നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാം. അല്ല ശരിക്കും ഞാൻ ചോദിക്കുകയാണ്, കാരണം നമ്മൾക്ക് ഒരാൾക്ക് തന്നെ ഒരു മാസം നമ്മൾ ഈ സാധാരണ ഈ ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പട്ടിണി കിടക്കാൻ തന്നെ വേണം 10,000 രൂപ കൊച്ചിയിൽ പറഞ്ഞതിൻ്റെ വിട്ട് നമ്മൾക്ക് ഒരാൾക്ക് തന്നെ ജീവിക്കാൻ ഒരു പൈസ വേണമല്ലോ, നന്നായിട്ട് പൈസ വേണം. അപ്പൊ ഈ 2 പേർക്ക് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് സാധനങ്ങളൊക്കെ വില കൂടുമല്ലേ, അപ്പൊ നിങ്ങക്ക് പൈസ വേണ്ട 2 പേർക്ക് നന്നായിട്ടൊക്കെ ജീവിക്കാൻ? വേണം, അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടല്ലേ, അപ്പൊ ആലോചിക്കാന്ന് വിചാരിച്ചു. ആണോ? അപ്പം വിഷ്ണു അഞ്ജുവിനെ എന്തെങ്കിലും കോഴ്സിനൊക്കെ വിടാൻ പ്ലാൻ ഉണ്ടോ? അവൾക്ക് പഠിക്കാൻ താല്പര്യമില്ല, നമ്മൾ വിടാണ്ടല്ല. ഞാൻ ചോദിച്ചാണ് ഞാൻ ബ്യൂട്ടീഷ്യനോ എംബ്രോയിഡിങ്ങോ അങ്ങനെ കുറെ 6 മാസത്തിന്റെ കോഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അതിനെതിനെയും പോണോ? അതിന് വിടണം, പോകണ്ടേ അഞ്ജു? എനിക്ക് ഇഷ്ടമുള്ളത് എന്ത് ഡാൻസ് പഠിക്കണോന്ന് പറയാം, അതിന് വിടത്തില്ല. അതിനെന്തിനാ ഡാൻസ് പഠിക്കാൻ? അല്ല ഡാൻസ് പഠിക്കണമെങ്കിൽ പഠിക്കാം, പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ +1 കംപ്ലീറ്റ് ആയില്ലല്ലോ, അതും കംപ്ലീറ്റ് ആക്കി +2 കൂടെ കംപ്ലീറ്റ് ആക്കിയാ പിന്നെ അഞ്ജുന് എന്തെങ്കിലും കോഴ്സ് ചെറുതൊക്കെ പഠിക്കാമല്ലോ. ചേരണം എല്ലാം. അഞ്ജു ഞാനൊരു കാര്യം പറയട്ടെ, അഞ്ജു വിഷ്ണുവിനോട് ചോദിച്ചപ്പോഴല്ലേ വിഷ്ണു ഡാൻസ് പഠിക്കണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ അഞ്ജുവിന് +1 പാസ്സായി, +2 പാസ്സായി, ഒരു ചെറിയ കോഴ്സും പഠിച്ചിട്ട് അതിനകത്തൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് സ്വന്തമായിട്ട് ശമ്പളമൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് പഠിച്ചൂടെ? പഠിക്കണം, ഡാൻസ് ഒക്കെ പഠിച്ചൂടെ അല്ലേ വിഷ്ണു? അപ്പൊ വിഷ്ണുവിനോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ, എനിക്ക് പൈസ തരാമോ ഡാൻസ് പഠിക്കാനെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. തരാമൊന്നുമില്ലല്ലോ, ഞാൻ പണി വിട്ട് വന്നതിന് ആദ്യം തല്ലിപ്പിടിങ്ങി പൈസ വാങ്ങി കട്ടിട്ട് ഇവളല്ലേ വെക്കണം. എന്തിന് തരാമോ? പൈസ ഇവളല്ലേ വാങ്ങി വെക്കണം. ഞാൻ പണി കഴിഞ്ഞിട്ട് വന്ന് ജസ്റ്റ് ഒന്ന് എണ്ണ തേച്ച് കുളിക്കാൻ പോകുമ്പോഴേക്ക് വരുമ്പോഴേക്കും പേഴ്സ് കാണാണ്ടാവില്ല, പേഴ്സിലുള്ള പൈസയും കാണില്ല. പിന്നെ ഞാൻ തിരിച്ച് രാവിലെ വണ്ടിക്ക് എണ്ണ അടിക്കാൻ ഇങ്ങനെ കൈ തരണം, എണ്ണ അടിക്കാൻ പൈസ അടിയും തരില്ല, പൈസ അടിയും നേരെ പമ്പിൽ പോയി നിന്ന് ഗൂഗിൾ പേ ചെയ്ത് വിടും, കറക്റ്റ് 50 രൂപ അവിടെ ചെയ്ത് വിടും എണ്ണ. എനിക്ക് ടൗണിൽ എത്താൻ 50 രൂപേൻ്റെ എണ്ണ. പിന്നെ അവിടെ നിന്ന് വരുന്ന സമയത്ത് അവിടെ നിന്ന് അടിച്ചിട്ടേ വരിക. സേവ് ചെയ്തെന്ന് പറഞ്ഞാ എന്തെങ്കിലുമൊക്കെ എനിക്ക് വാങ്ങാൻ, ഡ്രസ്സോ മേക്കപ്പ് പ്രോഡക്റ്റോ. വിഷ്ണു അത്യാവശ്യമായിട്ട് അഞ്ജുനെ കോഴ്സ് പഠിപ്പിക്കാൻ വിടണം കേട്ടോ. പഠിപ്പിക്കാൻ വിട്ടിട്ട് ജോലിയൊക്കെ ആയിട്ട് അഞ്ജു ഡാൻസ് ഒക്കെ പഠിക്കണം. ഡാൻസ് ഒക്കെ പഠിച്ചിട്ട് സ്വന്തം പൈസയ്ക്ക് ഡാൻസ് പഠിച്ചിട്ട് എനിക്ക് ഒരു ദിവസം മെസ്സേജ് ഒക്കെ അയക്കണം കേട്ടോ, എന്നോട് പറയണം. മറ്റേ എന്ത് ഡാൻസ് പഠിക്കേണ്ടത്? അതെ സിനിമാറ്റിക്. എന്നിട്ട് എന്തൊക്കെ പരിപാടിയൊക്കെ വെക്കുമ്പോ എന്നെ വിളിക്കണം കേട്ടോ. സ്വന്തം പൈസയ്ക്ക് വേണം പഠിക്കാൻ, വിഷ്ണുവിന്റെ ഒന്നും പൈസ വാങ്ങിച്ചു പഠിക്കല്ലേ. അങ്ങനെ വേണം ചെയ്യാൻ. പൈസ ഇല്ല, ഇന്ന് പൈസ ഇല്ല, പൈസ ഇല്ല, ഞാൻ പാപ്പരായി പോയി എന്നൊക്കെ. ഓക്കെ, ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ കൂടെ കാണിക്കാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ട്രോള് വരുന്നത് ഇവരുടെ പേജിൽ നിന്ന്. ഇവരും പിന്നെ വേറെ പാലക്കാടുള്ള ഒരു കൊടുവായൂരത്തെ ഒരു ചെക്കനുണ്ട്, നമ്മുടെ കമ്പനിക്കാരന്റെ കമ്പനിയാണ്, അവനാണ് അധികം ഇറക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പരിപാടീസാണ് അവര് മെയിൻ എടുത്ത് അവരുടെ കോണ്ടന്റ്. അപ്പൊ ഇങ്ങനെ അത് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവൻ തന്നെ അവന്റെ അക്കൗണ്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ ഏറ്റവും കൂടുതൽ മെയിൻ ചെയ്യാൻ തുടങ്ങിയത് ഇവളുടെ മറ്റേ പാർലേജി. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഇവരിപ്പം ചിലപ്പോ നല്ല ഉദ്ദേശത്തോടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്, പക്ഷെ എന്നാലും ഒരുപാട് ട്രോളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഈ ട്രോളൊക്കെ ചെയ്യുന്നവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? അവര് ചെയ്യട്ടെ, അവര് ചെയ്യുമ്പോ നമുക്ക് വിജയം മാത്രം. അവര് ചെയ്താലല്ലേ ഇപ്പൊ 4 പേര് അറിയുള്ളൂ. അപ്പൊ അവര് ചെയ്തപ്പോ ചേച്ചിക്ക് ഞങ്ങളുടെ മനസ്സിലായി, ഓരോരുത്തർ ഷെയർ ചെയ്യുമ്പോഴല്ലേ നമ്മളെ ഇപ്പൊ ഈ കേരളത്തിൽ എല്ലാവരും അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളെ കൊണ്ടല്ലേ ഫേമസ് ആവുന്ന, അങ്ങനെ ആവട്ടെ. ഇപ്പൊ ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമ്പോഴത്തേന് എന്താണോ അതിനോടൊക്കെ പറയുന്നത്? ഞാൻ നോക്കാറില്ല കമന്റ്, ഇടയ്ക്ക് നോക്കാറുണ്ട്, പിന്നെ കമന്റ് അയക്കാറില്ല. അങ്ങനെ അയക്കുന്നവരുടെ അടുത്ത് എന്താ പറയാ, അവര് വിവരം ഇല്ലാതെ ഒരേന്ന് അയക്കും, നമ്മൾ പിന്നെ അയച്ചാൽ അത് തന്നെ അയച്ചുകൊണ്ടിരിക്കും. നമ്മൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് അയക്കട്ടെ, അങ്ങനെയുള്ള മൈൻഡില്ല. അപ്പൊ ആദ്യത്തെ വീഡിയോ നിങ്ങളുടെ വൈറലായിരിക്കുന്ന ഒരു ചവിട്ടുന്ന വീഡിയോ ആയിരുന്നു അല്ലേ? അത് ശരിക്കും അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഉണ്ടായതാണോ അതോ? അല്ലല്ല, അതായത് ചവിട്ടണ ഇവൾക്ക് അറിയത്തില്ല. ഇവള് പറഞ്ഞു എടാ ഇപ്പൊ ഓൺ വോയിസോടെ ഏറ്റവും കൂടുതലായിട്ട് വൈറലായി പോണ്, ഇപ്പോൾ ഓരോരുത്തരുടെ വീഡിയോ ഇവള് കാണിച്ചു തന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് 3 ദിവസം 4 ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞു, ആടി എന്നാ ശരി, നീ ഇങ്ങനെ പറ, ഞാൻ ഒരു ചെറുക്കനെ നോക്കിയാൽ നീ എന്ത് ചെയ്യും, അങ്ങനെ നീ ഒന്ന് പറ, ബാക്കി ഞാൻ എൻ്റെ കണ്ടന്റ് ഞാൻ നോക്കിക്കോളാം പറഞ്ഞു. ഇവള് പറഞ്ഞു എടാന്ന് വിളിച്ച്. ഇവിടുന്ന് പോലെ ഞാൻ ചെക്കനെ നോക്കിയാൽ നീ എന്ത് ചെയ്യും ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചവിട്ടും വേണ്ടൊരു ചവിട്ട് കൊടുക്കും. അത് നേരെ കൊണ്ടുപോയി അവൾ കറക്റ്റ് ഇങ്ങനെ ഫോണും കറക്റ്റായിട്ട് അതിൻ്റെ ഒരു വീഡിയോൻ്റെ വ്യൂ കിട്ടിയായി. അപ്പോൾ സെറ്റായി.
ഓ അതിനകത്ത് തന്നെയാണെന്ന് തോന്നുന്നു, ഐ മീൻ പല്ലൊക്കെ ഉണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷെ അന്നൊക്കെ വന്നതല്ലേ അത്, അന്നൊക്കെ എനിക്കൊന്ന് പല്ല് ചേട്ടായിന്റെ ഹാൻഡ്സ് മോളൂസ് ഷെയർ ചെയ്ത് വെച്ചതാണ്. പക്ഷെ എനിക്കിപ്പോ ഭയങ്കരമായിട്ട് അഞ്ജുവിനോട് സംസാരിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം എന്ന് പറയാം, അഞ്ജുവിന് അന്നുണ്ടായിരുന്ന ഒരു പ്രശ്നം പോലും ഇപ്പൊ ഇല്ല. കാരണം അന്ന് എനിക്ക് തോന്നുന്ന ഒരു കോൺഫിഡൻസ് കുറവും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ അഞ്ജു ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാണ് വിട്ടിരിക്കുന്നത്. എന്നോട് സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ചിരിച്ച് ഒരു പ്രശ്നവും ഇല്ല അഞ്ജുവിന്. അത് വേണം, ആ ഒരു കോൺഫിഡൻസ് തന്നെ വേണം. പക്ഷെ ഇങ്ങനൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ ആ സമയത്തൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, അയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ പല്ലെന്തെങ്കിലുമൊക്കെ ചെയ്യണം? അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല. ഇതിനേക്കാളും ഒരുപാട് എന്താ പറയാ വൃത്തിയോടായിട്ടുള്ളവരാ. അപ്പൊ അവർക്കൊക്കെ എന്തുമാത്രം പ്രശ്നം ഉണ്ടായിന്, എനിക്ക് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ആ സമയത്ത് തോന്നിയിട്ടില്ല. അപ്പൊ ഇപ്പൊ ഇത്രയും ഞാനിപ്പോ പറഞ്ഞതിനോട് ഇത്രയും കോൺഫിഡൻസ് ആയിട്ടിരിക്കുക എന്താ കാരണം? കാരണമൊന്നുമില്ല. പിന്നെന്താ, നമ്മളിത് ഫേമസ് ആവണമെന്ന് പറഞ്ഞ് ചെയ്തതൊന്നുമല്ല, ചുമ്മാ ഒന്ന് ഇട്ടതാ. പിന്നെ ഇങ്ങനെ ഒരേ വീഡിയോ കയറിപ്പോയി, അങ്ങനെ ഇതായതാ. ഇപ്പോഴും നമുക്ക് ഫേമസ് ആയി അങ്ങനെ ഒരു ജാട അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നുമില്ല. ഇപ്പോഴും നമ്മൾ ആൾക്കാർ കാണും, ഫോട്ടോ എടുക്കും, നമ്മളായിട്ട് അവരെടുത്ത് അങ്ങോട്ട്. ചിലവർക്ക് വരാൻ മടിയായിരിക്കും, അപ്പൊ നമ്മൾ പോയി അങ്ങോട്ട് ചെല്ലും, അങ്ങനെ ഒരു ഇതാ. ഇപ്പൊ എന്റെ മുടി പോയപ്പോ എന്നെ അറിയുന്നില്ല, ശിവനെ അറിയുന്നുണ്ട്. വണ്ടി പോകുമ്പോൾ എപ്പോഴും ഞങ്ങൾ മലപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. മലപ്പുറത്ത് നിന്ന് ഞങ്ങൾ വരുന്ന നേരെ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ പേര് വണ്ടിയിൽ വന്ന് നിർത്തി ചോദിച്ചു, കുറേ പേര് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അവരൊക്കെ നല്ല സപ്പോർട്ടാണ്. എനിക്ക് അവരിനൊക്കെ പറയാനുള്ളത് നന്ദിന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ഇനിയും വേണം, എന്നാലേ എനിക്ക് മുന്നിൽ പോകാൻ പറ്റുള്ളൂ. ശരി, അപ്പം നിങ്ങളെ ഞാൻ ലാസ്റ്റായിട്ടൊരു സെഗ്മെന്റിലേക്ക് കൊണ്ടുപോകണേ. ഞാൻ അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾ ആരാണ് എന്ന് പറയണം. ഞാൻ ചോദിക്കുന്നതിൻ്റെ അപ്പം നിങ്ങൾ ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? ഞാനാണ്. ആണോ? റൊമാൻസ് കൂടുമ്പോ എന്താ ആൻറ്റി ചെയ്യാറുള്ളൂ? എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്? ഐ ലവ് യു എന്നൊക്കെ പറയാറുണ്ട്? എപ്പോഴും കൊഞ്ചും അല്ലേ? ഞാൻ അങ്ങനെ കൊഞ്ചും. പക്ഷെ ഇവൻ അങ്ങനെ റൊമാൻറ്റിക് ഒന്നും ഇല്ല, അങ്ങനത്തെ മൈൻഡ് ഒന്നും അല്ല. ദേഷ്യപ്പെടും, എന്താന്നും ഇങ്ങനൊക്കെ ചോദിക്കും, അങ്ങനത്തെ മൈൻഡ്. ഞാൻ എപ്പോഴും കൊഞ്ചും. എങ്ങനെയാ കൊഞ്ചുന്നത്? കാണിക്കുന്നു. എടാ വാവേ നമുക്ക് പുറത്തു പോവാം. എന്തിനാ കൊണ്ടുപോവാം? എന്തിനാ? കറങ്ങാൻ. ഇങ്ങനെയാണ് പറയുന്നത്, ഇതാണ് റിയല്. ഇതേപോലെ ഞാനിപ്പോ ഇങ്ങനെ സംസാരിച്ചപ്പോ ഓർമ്മ വന്നേ, ചില വാക്കുകൾ ചിലത് മിസ്റ്റേക്ക് ആവും. ആ മിസ്റ്റേക്ക് ആവാത്തത് മാത്രമേ ഞാൻ എടുക്കുള്ളൂ ടോക്കിങ്ങില്. ഭായൊന്നും വരാറില്ലല്ലേ? പാർലേജി ഇവൾക്ക് കറക്റ്റായിട്ട് വരും, പക്ഷെ അത് ഞങ്ങൾ അങ്ങനെ ആക്കി എടുത്തതാണ്. പാർലേജിന്റെ അത് ശ്രദ്ധിച്ച് കേട്ട് ഇപ്പൊ എനിക്ക് വരുന്നു ചേട്ടാ. ഞാൻ പത്തായതുകൊണ്ട് എനിക്കും ഭായൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഭായൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ചില വേർഡ്സ് എനിക്ക് അങ്ങനെ പെട്ടെന്ന് വരില്ല, ക്ലിയർ ആവില്ല. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ ആരാണ് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത്? ഞാനാ. നേരിട്ട് പ്രപ്പോസ് ചെയ്തില്ല, ഫോണിൽ കൂടെ ഞാനാ. ആണോ? എന്താ പറഞ്ഞു? ഐ ലവ് യു എന്ന്. അപ്പൊ ഉടനെ അവിടുന്ന് ഒരു വീഡിയോ വന്നു, ഇങ്ങനെ ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ വീരുന്നു. ഇവനെല്ലാം സ്റ്റോക്ക് ആകട്ടെ. ശരിക്കും നിങ്ങളുടെ ഫസ്റ്റ് റിലേഷൻഷിപ്പ് ആണോ ഇത്? അല്ല, എനിക്ക് ആദ്യം ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഓൾക്ക് നമ്മളുടെ ഒരു ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അമ്മയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. അമ്മയില്ലാത്ത ഒരു ചെക്കനെ നോക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ എനിക്ക് ഒരു കുഴപ്പമില്ല, നീ പോയിക്കോ പറഞ്ഞു. അങ്ങനെ അവള് പോയി. അല്ല, എനിക്ക് കുറെ ഉണ്ടായിരുന്നു. അതായത് മെസ്സേജ് മാത്രം കുറെ അയച്ചിട്ടുണ്ടായിരുന്നു. കുറെ ഇങ്ങനെ ടൈം പാസ് ആയിട്ട് ഇങ്ങനെ. കണ്ടതിന് ശേഷമാണോ അതോ? പിന്നെ ഞാനും ഉണ്ട് അതിന്റെ ഇടയിൽ. ഉണ്ട്, ഓൾറെഡി ഉണ്ട്. പക്ഷെ എന്നാലും ചുമ്മാ ഒരു മെസ്സേജ് അയക്കും, അപ്പൊ ഞാനും ചുമ്മാ ഐ ലവ് യു അയക്കും, അത്രയേ ഉള്ളൂ. ചാറ്റൊക്കെ ചെയ്യുക, ചാറ്റ് ചുമ്മാ. അപ്പൊ ഇവരൊക്കെ ഇങ്ങോട്ട് വന്ന് തലലാവുന്ന പേടിയില്ല? അയ്യ, അതിനവർക്ക് ഞാൻ നമ്പർ അങ്ങനൊന്നും കൊടുക്കില്ല, ഓൺലൈൻ വഴി തന്നെ മെസ്സേജ്, അങ്ങനെ അത്രയേ ഉള്ളൂ. പറ്റിക്കുന്നത്. ഓ, ഞാൻ ഇവിടേക്ക് ഇങ്ങനെ ഫേസ്ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ ഒരിക്കൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ അക്കൗണ്ടിൽ നിന്ന് ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു. ഞാൻ വിചാരിച്ചു, ഞാൻ ആ കോഴി വിചാരിച്ചു വലിയൊരു കോഴി ഇവളാണാ എന്നെ വിചാരിച്ചു. എന്റെ അടുത്ത ക്വസ്റ്റ്യൻ അതായിരുന്നു, നിങ്ങൾ ആരാണ് ഏറ്റവും വലിയ കോഴി എന്നുള്ളത്? ആരാ കോഴി? അവള് തന്നെ. അത് പറയുകയാണെങ്കിൽ അവളാ. ഒരിക്കൽ ഞാൻ കോഴിയായിരുന്നു, പക്ഷെ അഞ്ജു വളരെ മാന്യമായിട്ട് ഞാനാണ് ഏറ്റവും വലിയ കോഴി. ആണോ അഞ്ജു? അതെ.
ശരിക്കും അപ്പം ഇപ്പം അങ്ങനെ മെസ്സേജ് ഒന്നും അയക്കാറില്ല അല്ലേ? അങ്ങനെയൊന്നുമില്ല. അപ്പൊ അടുത്തത്, നിങ്ങളിൽ ആരാണ് ഏറ്റവും ഉപദ്രവകാരി? മറക്കാൻ പറ്റാത്തൊരു അനുഭവം പറയും. ഉപദ്രവകാരി ഇൻ ദ സെൻസ് ചെറുതായിട്ടൊക്കെ വഴക്കിടുമ്പോഴൊക്കെ ഇങ്ങനെ മുമ്പേ പറഞ്ഞില്ലേ മുടിയെ പിടിച്ച് വലി, അതേപോലെ മുടിയെ പിടിച്ച് വലിക്കും, ആണോ? താടി വലിക്കും. അപ്പൊ അങ്ങനെ മറക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടോ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചേ? താടി പിടിച്ച് വലിച്ചു വലിക്കാൻ, താടി പിടിച്ച് ഒറ്റൊരു വലി വലിച്ച്. ആദ്യം ഇത്രയും ഉണ്ടായിരുന്നല്ലോ, ഇവിടെ മാത്രമേ ഉള്ളൂ. പിടിച്ച് ഒറ്റൊരു വലി, ഒന്നൊരു വേന അറിയോ. ആ സമയത്ത് അപ്പം വിഷ്ണു ഒന്നും പറയത്തില്ലേ? തല്ലാൻ കയ്യോ ഒന്നും, പക്ഷെ തല്ലിയിട്ട് കാര്യമില്ല. തല്ലിയ അവൻ തീരും, ഞാൻ അവനെ അടിക്കും. അവനറിയാം. നീ തീർന്നടാ, നീ തീർന്നു. എപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്ത പഴയ കള്ളത്തരം പരസ്പരം പിടിച്ചിട്ടുണ്ടോ? ഞാൻ മറ്റു പെണ്ണിന്റെ കാര്യം പറഞ്ഞിട്ടില്ല, പക്ഷെ അവൾ എന്നെ വിളിച്ചുകൊണ്ട് വീട്ടുകാരിയിൽ ഇവളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്നും മാത്രം പിടിച്ചിട്ടുള്ളൂ. ഇവളുടെ അഞ്ജുവിന്റെ നമ്പറൊക്കെ എങ്ങനെ കിട്ടി? അതെന്റെ കൂട്ടുകാരന്മാരെ എനിക്കിട്ട് പണി തന്നു. അതല്ലേ ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ നല്ല കൂട്ടുകാരാണല്ലേ. അങ്ങനെ 5 പൊക്കിയിട്ടുണ്ടല്ലേ? അങ്ങനെ ഓക്കെ. അഞ്ജുവിന്റെ ഒന്നും അങ്ങനെ? അഞ്ചുമിനിറ്റ് ഞാൻ പറഞ്ഞു, മറ്റേ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ അത് മാത്രമേ. അപ്പൊ അതങ്ങനെ പൊക്കിയിട്ടുണ്ട്. ഓക്കെ, ശരി ശരി. വീട്ടിൽ ആരാണ് നന്നായി പാട്ട് പാടാറുള്ളത്? ഒരു പാടാറുണ്ട്, മൂളിപ്പാട്ടെങ്കിലും പാടാറുണ്ട്. ആണോ? അന്ന് ഇന്നലെ എന്തോ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ പാട്ട് പാടി നോക്കി. അപ്പൊ ഇപ്പൊ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏത് പാട്ട് പാടും? ഏത് പാട്ട് പാടും വിളിച്ചാൽ മറ്റേ അയ്യോ പണിപാളിയില്ല. പാടിക്കും. അയ്യോ പണിപാളില്ലോ, രാരീരാരം പാടി ഉറക്കാൻ ആരുമില്ലല്ലോ. അയ്യോ പണിപാളില്ലോ, രാരീരാരം പാടി ഉറക്കാൻ ആരുമില്ലല്ലോ. എനിക്ക് രാരീരാരം പാടാൻ ആളില്ല. റൂമിൽ തനിച്ചാണ് കൂട്ടിലെ കണ്ണടച്ചാൽ ഉറക്കം വരുന്നില്ല. വാട്സപ്പിൽ ആരും ലൈവല്ല, നൈറ്റ് അണച്ചാൽ അരികത്ത് ചിലപ്പോൾ വരുമോ ഭൂതം. കട്ടിലിനടിയിൽ കേട്ടോ അനക്കം, ഇന്നലത്തെ പടത്തിലെ മുറേതും. കുട്ടി റാപ്പറും കൂടെ ആണല്ലേ? അയ്യേ, ഇത് വേറൊരു ചെക്കൻ പഠിപ്പിച്ചു തന്നതാ. അവൻ നന്നായി പാടും. വേറെ പാട്ടും അറിയാം, ഒരു പാട്ടിന്റെ ഫുള്ള് അറിയാം, അതിടയ്ക്ക് പാടാറുണ്ട്. തിരുമാലിന്റെ റാപ്പ്. തക 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 തരികിട മേളം, തകിൽനാഥ സ്വരം പുലികളിയാട്ടം, ഇത് എൻ്റെ നാട് ഭൂമി മലയാളം, മാമല നാട് മാവേലി നാട് മാവനും. പാടാന്ന് പാടുമ്പൊന്നും കിട്ടൂല അങ്ങനെ. അഞ്ചൊരു പാട്ട് പാടിക്കും, ഞാനൊന്ന് നോക്കട്ടെ. എനിക്കങ്ങനെ പാട്ടുകൾ അറിയില്ല. ഒരു പാട്ട് പാട്, ഏതായാലും ഒരു പാട്ട്. മറ്റേ ആൽബം പാട്ട് പോലെ. ഏത്? നീയല്ല ഇന്നലെ ഒരു ആൽബം പാട്ട് പാടിയിട്ട് ഇവിടെ വെച്ചിട്ടേ, ഇത് എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന സമയത്ത് പാടി തന്നല്ലേ എന്ന്. പാട്ടൊക്കെ പാടി കൊടുക്കാറുണ്ട്, അത് ചുമ്മാ യൂട്യൂബിൽ നിന്ന് കേട്ടോ. പാടിക്കും. പൂവേ കാതൽ പോക്കും പൂവേ സാരൽ വീസീണം, എന്നെ കൊഞ്ചും മറയിൽ ഉൻവാസം, കെഞ്ചും നെഞ്ചും മുന്നേ കെഞ്ചും, പുലരും കാലേ വേണ്ട ഇരവിൻ കുളിരെ എന്നെ കൊല്ലാതെ. എന്നിട്ട് പാടുന്നല്ലേ? അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാടി കൊടുക്കാറൊക്കെ ഉണ്ടല്ലേ? അങ്ങനെ പണ്ട് പാടായിരുന്നു ഞാൻ. പിന്നെ ഇത് കൂട്ടുകാരൻ്റെ ഒപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ പണ്ട് അതിനെ പഠിച്ചു. അയ്യോ അത് തിരുമാലി കുറച്ച് പാട്ട്. നിങ്ങൾ ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സർപ്രൈസ് ഒക്കെ കൊടുക്കാറുള്ളത്? അത് രണ്ടുപേരും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ഇല്ലേ? അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ലേ? അങ്ങനെ ഒരു മുട്ടായി പോലും അങ്ങനെ പെട്ടെന്നൊന്നും കൊണ്ട് കൊടുക്കാറില്ല? ഞാനിടയ്ക്ക് വല്ല സർപ്രൈസ് ആയിട്ട് ഓർഡർ ചെയ്ത് കാണിക്കും. അതിന്റെ ഒപ്പം 3 കൊണ്ട് വേറെ ഉണ്ടാവും. അത് വാങ്ങാൻ വേണ്ടിട്ടാണ് ഇത് സർപ്രൈസ് ആക്കി തരുന്നത്. അതേപോലെ ലാസ്റ്റ് ആയിട്ട് ഒരു ടാസ്ക് കൂടെ, നിങ്ങളുടെ ആ ഒരു പാർലേജിയുടെ റീൽ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് കാണിക്കാമോ? എടാ എടാ എന്താണ്ടി എനിക്ക് പാലേജി വാങ്ങി തരുവാ? പാലേജിയാ? അതെന്താ സാധനം? എടാ എനിക്ക് എന്തെങ്കിലും മനസ്സിലായി. ഈ സാധനം മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും പറഞ്ഞേക്കട്ടെ കമന്റിൽ. അപ്പോൾ ഇങ്ങനെ തന്നെ അടിച്ചു പൊളിച്ചു ജീവിക്കൂ രണ്ടുപേരും. കാരണം എല്ലാവരും, ഞാൻ ഈ സമയത്ത് എന്താ പറയുക, കുറേ ആദ്യം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഈ കമൻറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലെ വീഡിയോസൊക്കെ ആദ്യം കാണുമ്പോഴത്തേക്കിന് എല്ലാവരും ഭയങ്കര നെഗറ്റീവായിട്ടൊക്കെ എടുത്ത 2 പേരാണ് സീരിയസ്ലി പറയുവാണെങ്കിൽ. പക്ഷേ നിങ്ങളുടെ വേറെ കുറേ ചാനൽസിലും ഒക്കെ ഇന്റർവ്യൂ വന്നതിന് ശേഷം നിങ്ങൾ തന്നെ കമന്റ് ഇട്ട് നോക്കിയാൽ മതി. ഒരുപാട് പേര്, എനിക്കൊന്നും ആരും അങ്ങനെ നെഗറ്റീവ് ഒന്നും പറയാറില്ല ഇന്റർവ്യൂവിന്റെ ഒക്കെ ആയിട്ട്. ഞാൻ പോയി നോക്കുമ്പോഴേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ. ഇപ്പം അതായത് ഈ നമ്മള് സിനിമ ഡയലോഗ് പറഞ്ഞല്ലോ, കുട്ടിശങ്കറിനെ ഇഷ്ടപ്പെട്ടല്ലേ, കണ്ട് ഇഷ്ടമായെന്ന് പറഞ്ഞതിൻ്റെ വിട്ട്, അങ്ങനെ വെറുത്ത് ഇഷ്ടമായെന്ന് പറഞ്ഞതിൻ്റെ വിട്ട് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ എല്ലാവർക്കും. അതായത് നിങ്ങൾക്ക് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു, നിങ്ങൾ അതെല്ലാം പറഞ്ഞ് എല്ലാവർക്കും ഇപ്പം നിങ്ങളെ ഇഷ്ടമാണ്. അപ്പം എന്തായാലും നിങ്ങൾ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോവുക. അപ്പം എന്തായാലും അടിപൊളി. അപ്പം താങ്ക് യു സോ മച്ച്.